ഈ പ്രാവശ്യം ദേശീയ അവാർഡിൽ യാതൊരുവിധ വിവാദങ്ങളും ഉണ്ടായില്ലല്ലോ. പൊന്നിയിൻ സെൽവൻ, കാന്താര പോലെ മികച്ച സിനിമകളും വലിയ സിനിമകളും ഒട്ടനവധി ഉള്ളതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഒരു ചെറിയ സിനിമ നിൽക്കുന്നത്. എഡിറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഈ സിനിമയ്ക്ക് എഡിറ്റിങ്ങിന് അവാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ജൂറി വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സൂക്ഷ്മമായ നിരീക്ഷണമുള്ള ടെക്നിക്കൽ നോ ഹൗസ് ഉള്ള വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ജൂറി തന്നെയാണ്. ദേശീയതലത്തിൽ ഈ അവാർഡ് വരുമ്പോൾ ഒരുപാട് വിവാദങ്ങൾ ഉയരാറുണ്ട്. പക്ഷേ ഈ ഒരു അവാർഡ് വന്നിട്ട് അങ്ങനെ ഒരു ചർച്ചകളൊന്നും ഉണ്ടായില്ല. അതിലൊരു എന്താണ് അഭിപ്രായം? ഒരു സന്തോഷമില്ല? അതിൽ അതിയായ സന്തോഷമുണ്ട്. കാരണം വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം എന്നോട് കുറേ ആൾക്കാർ പലരും പറഞ്ഞു ഈ പ്രാവശ്യം ദേശീയ അവാർഡിൽ യാതൊരുവിധ വിവാദങ്ങളും ഉണ്ടായില്ലല്ലോ എന്ന്. എനിക്ക് അത് കാരണം വെച്ചാൽ കാണുന്ന പ്രേക്ഷകർക്ക് സത്യസന്ധമായിട്ട് എനിക്ക് തോന്നുന്നു കാണുന്ന പ്രേക്ഷകർക്ക് ഇത് ശരിയാണ് എന്ന് ഉള്ളതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല വളരെ വലിയ സിനിമകളുടെ ഇടയിലാണ് നമ്മുടെ അറിയാമല്ലോ, ഇപ്പോൾ പൊന്നിയിൻ സെൽവൻ, കാന്താര പോലെ മികച്ച സിനിമകളും വലിയ സിനിമകളും ഒട്ടനവധി ഉള്ളതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഒരു ചെറിയ സിനിമ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ സിനിമേനെ ഒരു ജൂറി ഐഡൻറ്റിഫൈ ചെയ്ത് മികച്ച സിനിമയ്ക്കും മികച്ച തിരക്കഥയ്ക്കും മികച്ച എഡിറ്റിങ്ങിനും കൊടുക്കണമെങ്കിൽ അതിന് മെറിറ്റ് അല്ലാതെ വേറൊരു മാനദണ്ഡമില്ല. നമുക്ക് ഒരു തരത്തിലും ഒരു ഇൻഫ്ലുവൻസും ഇല്ലാത്ത ഒരു കൂട്ടം ആൾക്കാരാണ്. അപ്പോൾ അതൊരു ഭയങ്കര അഭിമാനവും സന്തോഷവും തരുന്നതാണ് തീർച്ചയായിട്ടും. അതുപോലെ മലയാളത്തിനെ അവഗണിക്കുന്നു എന്നുള്ളൊരു ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. പക്ഷേ അതിനെല്ലാം ഉള്ളൊരു മറുപടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് തോന്നുന്നു അതിനെപ്പറ്റി? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇത് മലയാളത്തിന് ഭയങ്കരമായ അഭിമാനം ഉണ്ടാകുന്നൊരു നിമിഷമല്ലേ. ദേശീയ തലത്തിൽ എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. മുമ്പും മലയാളത്തെ അങ്ങനെ അവഗണിക്കുന്നുണ്ട് എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ അങ്ങനെ ഇതിനെ സ്ക്രൂട്ടിനൈസ് ചെയ്ത് നോക്കുന്ന ഒരാളല്ല. ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ജൂറി ഒരു ഡിസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കിട്ടിയില്ല എങ്കിലും ഞാനതിനെക്കുറിച്ചൊരു നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരോട് പോലും ഞാനതൊരു പ്രശ്നമാണ്, അങ്ങനെയല്ല, ഇങ്ങനെ നമുക്ക് വേണ്ടിയിരുന്നു, എന്തൊക്കെയോ കളികളുണ്ട്, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളോ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളോ അല്ല. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയുടെ എഡിറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഈ സിനിമയ്ക്ക് എഡിറ്റിങ്ങിന് അവാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ജൂറി വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സൂക്ഷ്മമായ നിരീക്ഷണമുള്ള ടെക്നിക്കൽ നോ ഹൗസ് ഉള്ള വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ജൂറി തന്നെയാണ്. അത് ആരാന്ന് പോലും എനിക്കറിയില്ല അവരാരൊക്കെയാണെന്ന്. പക്ഷേ അത് നിസ്സംശയമാണ്. അതുപോലെ ഏറ്റവും മലയാളത്തിലെ മികച്ച പടമായിട്ട് സൗദികളിലൊക്കെ തിരഞ്ഞെടുത്തു. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഉണ്ടായത്. മാത്രമല്ല പല അവാർഡുകളും വളരെ കീനായിട്ട് നോക്കി ചെയ്തിട്ടാണ് ഉണ്ടായത്. മൊത്തത്തിലൊരു അഭിപ്രായം എന്ന് പറയും ദേശീയ അവാർഡുകളെ കുറിച്ചിട്ട്? ദേശീയ അവാർഡുകളെ കുറിച്ച് ഇപ്പം എനിക്കൊരു കംപ്ലൈൻറ്റും പറയാനില്ല. കാരണം 1, 2, 3 അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ നല്ലത് തന്നെ എനിക്ക് പറയാനുള്ളൂ. സന്തോഷം. തീർച്ചയായും. ഈ ഒരു സംവിധായകൻ ഇങ്ങനൊരു ഫീൽഡിലേക്ക് വരുന്നതിനുള്ള എങ്ങനെ വന്നു, അങ്ങനെ ഒരു താല്പര്യമുണ്ട്, ഇങ്ങനൊരു ടീമുണ്ടായി, എങ്ങനെയാണെന്നുണ്ടായത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഈ സിനിമ ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ തുടങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ ഒരു 5-6 വർഷത്തിൽ കൂടുതലായി. ഞാൻ ഇതല്ലാതെ വേറൊരു ജോലി ചെയ്യുന്ന ഒരാളോ ഒന്നുമല്ല. പഠിച്ചത് സൈക്കോളജി ഒക്കെ ആണെങ്കിലും കുറച്ച് ആഡ് ഫിലിംസിലൊക്കെ വർക്ക് ചെയ്യുക, കോർപ്പറേറ്റ് ഫിലിംസിലൊക്കെ വർക്ക് ചെയ്യലായിരുന്നു. അപ്പോൾ വേറെ ഒരു സിനിമ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിനയും ഞങ്ങളെല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും വർഷങ്ങളായിട്ട് അറിയുന്ന സുഹൃത്തുക്കൾ ഒരു യാത്ര പോയതിൻ്റെ ഭാഗമായിട്ട് വിനയ് പറയുന്നു, ഇങ്ങനെ നിനക്ക് എഴുതാൻ പറ്റുമോ, ഇവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ എന്ന് പറയുന്ന ഒരു ചോദ്യത്തിൽ നിന്നാണ് ഈ സിനിമയുടെ ഒരു സ്റ്റാർട്ടിങ്. പിന്നെ അങ്ങോട്ട് എല്ലാവിധ ആശംസകളും. താങ്ക് യു. കൂടുതൽ പ്രോജക്റ്റുകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സംഭവിക്കുന്നു. തീർച്ചയായും. വളരെ നന്ദി.